ഫാത്തിമ മാത കൂട്ടായ്മ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധയമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിന്റെ മഹത്വമായി മാറുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകള്, ഞങ്ങളുടെ പ്രവൃത്തികള്, ഞങ്ങളുടെ ചിന്തകള് ദൈവഹിതമായി മാറുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അവിടുത്തെ പുത്രനിൽ നിന്നും ഈ മണിക്കൂറുകളിൽ സൗജന്യ രക്ഷയും സൗഖ്യവും ഞങ്ങളിൽ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പരസ്പര സ്തുതി പറയാം. ഈശോമിശിഹായ്ക്ക് ഇരിക്കാം, ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 1 യോഹന്നാൻ 1:8. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. പരിശുദ്ധ വചനം പറയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. പരിശുദ്ധ വചനം പറയാണ്, നമ്മിൽ പാപമില്ലെന്ന്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയായിട്ടാണ് മാറുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തികളിലൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് എന്തുണ്ട്? പാപത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപം എന്ന് പറയുന്നത് എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ് പാപം? എന്താണ്? അതെ, ദൈവകൽപ്പനകളുടെ ലംഘനത്തെയാണ് പാപം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൽപ്പനകള്? 1-ാമത്തെ കൽപ്പന ഏതാണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഒരുപാട് കാലം കേട്ട് എപ്പോഴും എവിടെ ഒരു ധ്യാനത്തിന് പോയാലും എല്ലാം നമ്മൾ നിരന്തരം കുമ്പസരിക്കുന്ന ഒരു മേഖലയാണ്. എന്താണ് മേഖല? 1-ാമത്തെ പ്രമാണം. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതും നമ്മൾ കേൾക്കുന്നതുമായ ഒരു മേഖല എന്ന് പറയുന്നത് എന്താണ്? 1-ാമത്തെ പ്രമാണമാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളില് ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലിംഗിലായിരിക്കുന്ന സമയങ്ങളില് കടന്നു വരുന്ന അനേകങ്ങൾ നമ്മളോട് പറയുന്ന ഒരു മേഖല ഇങ്ങനെയാണ്: ബ്രദറെ, ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിൽ താമസിക്കാനായിട്ട് കൊള്ളില്ല. ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി കാലങ്ങളായി താമസിക്കുകയാണ്, പക്ഷെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ എന്തുമില്ല, ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ഒരു വ്യക്തിയുടെ അഭിപ്രായമാണോ? നമുക്കും ഉണ്ട് ഇതുപോലെ പറയാനായിട്ട് പല കാര്യങ്ങളും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അവസ്ഥകളൊക്കെ ഭയാനകമായി പോകുന്ന പോലെ ചില മേഖലകൾ? പ്രിയമുള്ളവരെ, ഇവിടെ വിശുദ്ധ യോഹന്നാൻ പറയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-ാമത്തെ മേഖല, എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിന് എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതെ, ഞാനും എൻ്റെ ദൈവവും തങ്ങളിലുള്ള ഒരു ബന്ധം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായൊരു ബന്ധമല്ല. നമ്മുടെ കുടുംബത്തെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമുക്കുള്ള മക്കള് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അവരോട് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും. അതുപോലെ അവരെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, അല്ലേ? മറിച്ച് നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, അവരുടെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും? സന്തോഷം ഉണ്ടാവൂ? ഇല്ല. എന്താ കാരണം? എന്താ? നിങ്ങളൊന്ന് പറഞ്ഞ എന്തായിരിക്കും കാരണം? എന്താ? നമ്മുടെ മക്കള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ അവരുടെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവിടെ ഇല്ലാതാവുന്നു. എന്താ കാരണം? എന്താ? അതെ, നമുക്ക് ഈ മക്കളെ കുറിച്ച് എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് ഓരോ മാതാപിതാക്കളെയും മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയമുള്ളവരെ. പരിശുദ്ധ വചനം പറയാണ്,
നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച് ഉള്ളതിനേക്കാൾ ശ്രദ്ധാലുവാണ് ആർക്കാ? സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എൻ്റെ മകനെ കുറിച്ച്, എൻ്റെ മകളെ കുറിച്ചൊരു ബോധ്യം, അവരുടെ ജീവിതത്തിൽ അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അവരൊരു കുരുത്തക്കേട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി സകലതും നൽകി എന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവിന്റെ മുന്നിൽ എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? ഞാൻ എങ്ങനെയാ ജീവിച്ച് തീർക്കുന്നത്? ഈ ജീവിതത്തിന്റെ മേഖല ഞാൻ തെരഞ്ഞെടുത്ത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിച്ചിട്ടും ഞാൻ പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഭവനത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഭവനത്തിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട സമസ്തവും എന്താണ്? സമസ്തവും പ്രശ്നങ്ങളുടെ നടുവിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, എന്താണ് ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ? പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നമെന്ന് പറഞ്ഞാൽ അതൊരു ഭയാനകമാണ്, അങ്ങനെയല്ലേ? പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണത്. കാരണം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്തിട്ടും നമുക്ക് ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയിക്കുന്നത്. നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്ന് പലരും പറയുകയാണ്, ഞങ്ങൾ താമസിക്കുന്ന ഭവനം ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ അടുത്ത് ഒരു സഹോദരി വന്നിട്ട് താൻ താമസിക്കുന്ന ഭവനം ശരിയല്ല ബ്രദറെ, അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഒരു ബ്രദറിന്റെ കൂടെ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് 4 തകിട് വീട്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എടുത്തു തന്നു. എന്നിട്ട് ആ ബ്രദർ പറഞ്ഞു, ഇതുപോലെ പലതും ഈ ഭവനത്തിന്റെ പല മേഖലകളിലും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും കണ്ണ് തുറന്നിരുന്നേ, നേരെ ഇരുന്നേ, കണ്ണടയ്ക്കരുത്, ആരും കണ്ണടയ്ക്കരുത്, കണ്ണ് തുറന്നിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരുടെ വചനം പറയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എന്താ അനുഗ്രഹം? എന്താണ്? ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം എടുത്തേ. ജോഷുവ 1:5. ജോഷുവ എവിടെയാണെന്ന് അറിയാമോ? നിയമാവർത്തനം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് ജോഷുവ. അത് കിട്ടിയുള്ളവരൊന്ന് ഉറച്ച് വായിക്കാമോ? 1:5. ജോഷുവ 1-ാം അധ്യായം 5-ാമത്തെ വചനം. വായില് 1:5 വായില് മോളെ. ഇല്ല പുസ്തകത്തിനകത്ത്. എങ്ങനെ? നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് നിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത്? എത്രയാ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പറയുന്ന മലയാളം? നിങ്ങളുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള സമയത്താണ് ആയുഷ്കാലം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് നിനക്കൊരു വലിയൊരു ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. എന്താണ് ആ ഗ്യാരണ്ടി? എന്താണ്? നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഞാൻ നിന്നെ ആർക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന വചനത്തിന്റെ ബോധ്യം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുഷ്കാലത്ത് ഒരിക്കലും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ നീയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനൊരു സമ്പൂർണ്ണ പരാജയമാണ്, ഞാനിതാ തോറ്റ് ഇനി തോൽക്കുവാനൊരു മേഖലയില്ല. എൻ്റെ ഭവനത്തിൽ ഞാനൊരു തോൽവിയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തോൽവിയാണ്, മക്കളുടെ മുന്നിൽ ഒരു തോൽവിയാണ്, ജീവിത പങ്കാളിയുടെ മുന്നിൽ, അയൽക്കാരുടെ മുന്നിൽ എന്ന് വേണ്ട സകല മേഖലകളിൽ ഞാൻ എന്താണെന്ന് പറയുന്നത്? തോൽവിയാണ്. എന്നിട്ട് അതിന്റെ കാരണമായിട്ട് നീ എന്താ പറയുന്നത്? എന്താണ്? എൻ്റെ ഭവനത്തിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? എൻ്റെ ഭവനത്തിൽ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന കാരണം എൻ്റെ ഭവനത്തിൽ ആരോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തിരുവചനം നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. പരിശുദ്ധ വചനം നിന്നോട് പറയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്റെ മനസ്സിൽ നിനക്ക് ബോധ്യം വേണം ദൈവത്തിന്റെ പരിശുദ്ധ വചനം എന്താണ് നിനക്ക് നൽകിയിരിക്കുന്നതെന്ന്. പരിശുദ്ധ വചനം പറയാണ്, ഈ ജീവിതത്തിൽ നിന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. കാരണം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. അപ്പൊ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ട് ദൈവമായ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിലൂടെ ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്നും പലർക്കും തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു തകർച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം സർവശക്തനായ ദൈവമല്ല. ആണോ? അല്ല, പിന്നെ ആരാ? ഞാൻ തന്നെയാണ് കാരണം.
എന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ ഈ പരാജയത്തിന് കാരണം മറ്റൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ അയലത്ത് താമസിക്കുന്ന വ്യക്തി, നിന്നോട് ശത്രുതയുള്ള ഒരു വ്യക്തി നിനക്കൊരു കൂടുപാത്രം ചെയ്താൽ, നിനക്കൊരു ആഭിചാരം നിനക്കെതിരെ ചെയ്താൽ, നിനക്കേക്കുവോ? നിനക്കേക്കുവോ? ഇല്ല. എന്താ കാരണം? എന്താ കാരണം? എന്താ? നമ്മളിപ്പോ കേട്ട വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് ദൈവം എനിക്ക് എന്ത് നൽകിയിട്ടുണ്ട്? വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് വളരെ വ്യക്തമായി എനിക്ക് നൽകിയിരിക്കുന്ന ബോധ്യമാണ്, ഈ ജീവിതത്തിൽ ഒരു ശക്തിക്കും എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ പറയുകയാണ്, ഞാൻ എന്താണ്? ഒരു തോൽവിയാണ്, ഒരു ലോക തോൽവിയായി ഞാൻ മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ നിന്നും പല രീതിയിലുള്ള തകിടും കൂടോ, പല ആഭിചാരത്തിൻ്റെതോ മറ്റേതെങ്കിലും രീതിയിലുള്ള അവസ്ഥകളൊക്കെ ആരെങ്കിലും വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്തിന് ഈ മേഖലയെ കുറിച്ച് അസ്വസ്ഥപ്പെടണം? നിനക്ക് അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാ? കാരണം എന്താ? നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. പ്രിയമുള്ളവരെ, ചെവി തുറന്ന് കേൾക്കണം. എങ്ങനെയാണ്? നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ കർത്താവ് ഇതെല്ലാം എന്റെ ജീവിതത്തിലേക്ക്? അടുത്ത ചോദ്യം അതല്ലേ നമ്മള്. അപ്പൊ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെങ്കിൽ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണോ അപ്പോൾ ഇതെല്ലാം കയറി വരുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിന്റെ പരിശുദ്ധ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കും കാലം ഈ ലോകത്തിലുള്ള ഒരു ഭാഗ്യശക്തിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ എന്റെ ജീവിതത്തിൽ പിശാചിന് കയറണമെങ്കിൽ, എന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾക്ക് കയറണമെങ്കിൽ, പൈശാചിക ശക്തിക്ക് കയറണമെങ്കിൽ, ഈ ജീവിതം ദാനമായി നൽകിയ ദൈവത്തിന്റെ മുന്നിൽ, ഞാൻ പാപം ചെയ്ത എന്റെ ദൈവത്തിന്റെ മുന്നിൽ നിന്നും ഓടി അകന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു പൈശാചിക ശക്തിക്ക്, ഒരു നൊമ്പരത്തിന്, ഒരു രോഗത്തിന്, ഒരു രോഗപീഠകൾക്കൊക്കെ എന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അനുവാദം കൊടുക്കണം. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത്, കർത്താവ് അവനോട് പറഞ്ഞു, ഇതാ നിന്റെ മുൻപിൽ നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ആരുണ്ടായിരിക്കും? ഞാനുണ്ടായിരിക്കും. കർത്താവ് പറയാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസനായ ദൈവം പറയാണ്. വീണ്ടും നമ്മളിപ്പോ വായിച്ചത് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:5 ആണെങ്കിൽ, ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:9 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് പറയാമോ? ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ശക്തനും ധീരനുമായിരിക്കാനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? ആരാ കൽപ്പിച്ചത്? ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? നീ ഭയപ്പെടരുത്, നീ പരിഭ്രമിക്കരുത്. നിന്റെ ചുറ്റുപാട് താമസിക്കുന്ന ദൈവത്തെ അറിയാത്തവർ എന്തിനെങ്കിലും കണ്ട് ഭയപ്പെടുമ്പോൾ നീ എന്തിന് ഭയപ്പെടണം? നിനക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, ജോബ് 1:10. സങ്കീർത്തനത്തിന് മുമ്പ്, അങ്ങ് അവനും അവന്റെ ഭവനത്തിന് ചുറ്റും അവന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി തിരിച്ച് സുരക്ഷിതത്വം നൽകി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവന് ഒന്ന് വായിച്ച്, നിങ്ങൾക്ക് ബൈബിളിൽ ആ വചനം ഉണ്ടോ എന്ന് നോക്കിയേ. സങ്കീർത്തനത്തിന് മുമ്പ് ഉണ്ടോ? വായിക്കാറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോ. 1:10. ജോബ് 10:1. അങ്ങ് അവനും അവന്റെ ഭവനത്തിന് ചുറ്റും സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിത നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ച്, പരിശുദ്ധ വചനം പറഞ്ഞിരിക്കും. നിങ്ങൾ പ്രിയമുള്ളവർ, വചനം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. നിങ്ങൾ ആദ്യം വചനം ശ്രദ്ധിക്കണം. പരിശുദ്ധ വചനം പറഞ്ഞിരിക്കുകയാണ്, അങ്ങ് അവനും അവന്റെ ഭവനത്തിന് ചുറ്റും എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? വേലി. എന്തിന്റെ വേലിയാ ഇത്? മുള്ളുവേലിയാണോ? പിന്നെ എന്ത് വേലിയാ? കമ്പി വേലി? എന്ത് വേലിയാ ദൈവം കൊടുത്തത്? അഭിഷേകത്തിന്റെ വേലി. കർത്താവ് കെട്ടിയിരിക്കുന്നത് അഭിഷേകത്തിന്റെ വേലിയാണ്. ഇത് എവിടെ കെട്ടിയതെന്നറിയാമോ? നീ ഇന്ന് ഇരുന്ന് നിലവിളിക്കുന്ന, നിന്റെ ഭവനത്തിലിരുന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് എവിടെ വെച്ചാ ഈ വേലി കെട്ടിയത്? എവിടെയാ ഈ വേലി കെട്ടിയത്? എവിടെയാണെന്ന് അറിയണമെങ്കിൽ എവിടെ പോകണം? അൾത്താരയിലേക്ക് പോകണം, ബലിപീഠത്തിന് മുമ്പിലേക്ക് പോകണം. കാരണം എന്താ? വിവാഹം എന്ന കുദാശയിലൂടെ ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തതാ? ഈ വേലി കെട്ടിയത്.
ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞ 3-4 കാര്യങ്ങള്. വിവാഹം എന്ന ഉടമ്പടിയിൽ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ആരാ അവിടെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? ആരാ പറയിപ്പിച്ചത്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പറയിപ്പിച്ചു. പ്രിയമുള്ളവരുടെ പരിശുദ്ധ വചനം പറയാണ്, നീ അന്നെടുത്ത നിന്റെ ഉടമ്പടിക്ക് ഞാൻ സാക്ഷിയായിരുന്നുവെന്ന് മലാഖിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. നീയും നിന്റെ സഖിയുമായിരുന്നവളും തങ്ങളിലുള്ള വിവാഹം എന്ന ഉടമ്പടിക്ക് നിന്റെ ദൈവമായ കർത്താവായ ഞാൻ എന്തായിരുന്നു എന്ന് പറയുന്നത്? സാക്ഷിയായിരുന്നു. ദൈവം സാക്ഷിയായി നിർത്തിയാണ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിച്ചതാ? ആ ഉടമ്പടിയിൽ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്ന്? എന്തൊക്കെ പറഞ്ഞത്? ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, പിന്നെ എങ്ങനെയാ? മരണം ഞങ്ങളെ വേർപെടുത്തുന്നത് വരെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ നീയും നിന്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് ഏറ്റുപറഞ്ഞതാണ്, കർത്താവേ, ഈ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, ഏതൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും, സാമ്പത്തികപരമായി എത്ര തകർന്നാലും ഞാൻ ഒരിക്കലും അങ്ങ് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും മരണം ഞങ്ങളെ വേർപെടുത്താതെ മറ്റൊരു ജീവിതത്തെ കുറിച്ചോ മറ്റൊരു സുഖത്തെ കുറിച്ചോ മറ്റൊരു മേഖലകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ മേഖലയിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ നീ കാലങ്ങൾക്ക് മുമ്പ് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് നിന്റെ സർവശക്തനായ ദൈവം ചോദിക്കുമ്പോൾ നീ പറയുകയാണ്, കർത്താവേ, എന്റെ ജീവിതം മുഴുവനും ഇന്ന് എങ്ങനെയാ നശിച്ചു. എന്റെ ജീവിതം മുഴുവനും നശിച്ചു. കർത്താവ് ചോദിക്കുകയാണ്, ഞാനാണോ നിന്റെ ജീവിതം നശിപ്പിച്ചത്? ഞാനാണോ? എങ്ങനെയാ നിന്റെ ജീവിതം നശിക്കപ്പെട്ടത്? എങ്ങനെയാ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, എന്റെ ദൈവം എനിക്ക് വേണ്ടി മാത്രം. ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി മാത്രമാണ് ഇത്രത്തോളം മെച്ചപ്പെട്ട ഒരു ജീവിതം നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി 2:18 അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലാത്തതിനാൽ ചേരുന്നത് ആര് നൽകിയെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവം നൽകി. നീ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ദൈവം പറയുകയാണ്, ചേരുന്നത് നൽകി, ദൈവം നൽകി. ഇതിനേക്കാൾ ചേരുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ കിട്ടാനില്ല. പക്ഷെ നീ എന്താ പറയുന്നത്? കർത്താവേ, എനിക്ക് ചേരുന്നില്ല, ഒരു ശകലം പോലും ചേരുന്നില്ല, നീ നൽകിയത് എനിക്ക് ചേർച്ചയില്ലാത്തതാണ്. കർത്താവ് പറയാണ്, ഞാനിതാ നൽകുന്നു, ചേർത്ത് നൽകുന്നു, ഇതിനേക്കാൾ മെച്ചമൊന്നും നിനക്ക് തിരഞ്ഞെടുക്കാൻ മറ്റൊന്നും ഇല്ല. പ്രിയമുള്ളവരെ, ദൈവം ഇത്രത്തോളം നിനക്ക് അനുകൂലമായി നിനക്ക് ജീവിതത്തിലേക്ക് നൽകിയത് എവിടെയാണ് നിന്റെ ജീവിതത്തിൽ ചേരാതെ വന്നതെന്നാണ് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നീ എന്ത് ചെയ്യേണ്ടത്? നീ ആദ്യം ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ല. ശ്രദ്ധിച്ച് കേട്ടെ, വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുന്നു ഇല്ലെന്നോ ഉള്ളതല്ല, എങ്ങനെയാണ് നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? നിന്റെ വിശുദ്ധ കുർബാനയിൽ നീ തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രിയമുള്ളവരെ, അനുദപിച്ച് കുമ്പസരിക്കുന്ന പാപിക്കാണ് സ്വർഗം എന്ത് നൽകുന്നത്? കൃപ നൽകും. അതെ, സ്വർഗത്തെ ദാനമായി ദൈവം നൽകുന്നത് അനുദപിച്ച് കുമ്പസാരിക്കുന്ന. ഞാൻ നിങ്ങളോട് പറയും, ജീവിതത്തിൽ ഏറ്റവും അമൂല്യം എന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്. നിന്റെ ജീവിതത്തിൽ നല്ലതുപോലെ നീ കുമ്പസരിക്കാത്തത് കൊണ്ടാണ് കുമ്പസാരക്കൂട് നിനക്കൊരു അനുഭവമായി മാറാത്തത്. ആ കുമ്പസാരക്കൂട്ടിൽ നീ മുട്ടുകുത്തുന്ന ആ പലക വിശുദ്ധമായ പലകയായി നിനക്ക് തോന്നാത്തത്. നിന്റെ ജീവിതത്തിൽ നല്ല കുമ്പസാരം ഇന്ന് വരെ നിനക്ക് നടത്തുവാൻ സാധിച്ചിട്ടില്ല. കള്ളക്കുമ്പസാരങ്ങളിലൂടെ മാത്രം ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തെ മറന്ന് തിന്മ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സാവരണ പ്രാർത്ഥനയിൽ, കർത്താവേ, ഇനി ഈ പാപം ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ. നിങ്ങൾ എത്ര പ്രാവശ്യം മരിച്ചിട്ടുണ്ട്? നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. പെട്ടെന്ന് ഹെബ്രായരുടെ ലേഖനം 10-ാമത്തെ അധ്യായം എടുത്തിട്ട് അതിന്റെ 26-ാമത്തെ വചനം എടുത്ത്, ഹെബ്രായരുടെ ലേഖനം, പത്രോസ്ലീഹായ്ക്ക് മുമ്പുള്ള, യാക്കോബിന് മുമ്പുള്ള പുസ്തകം, ഹെബ്രായരുടെ പുസ്തകം, അതിന്റെ 10-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 26-27 ഒന്ന് വായിച്ചേ. ആർക്കും കിട്ടിയില്ല. സത്യത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നുവെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, സത്യത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ് നിനക്ക് ലഭിച്ചതിന് ശേഷം നീ വീണ്ടും പാപം ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ്? മനഃപൂർവ്വം. കണ്ടോ, മനഃപൂർവ്വം നീ പാപം ചെയ്യുന്നെങ്കിൽ. നമ്മൾ എങ്ങനെ കുമ്പസാരത്തിൽ പറയുന്നത്? എങ്ങനെയാ?
നമ്മൾ അവസാനം മനസ്സാവുന്ന പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? എങ്ങനെയാണ്? കർത്താവേ, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കുവാനും. അതെ, നീ ദൈവത്തിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു മനസ്സാവരണം ചൊല്ലി ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധനായി നീ തിരിച്ചുപോയി നീ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ പാപത്തുമായി നിന്റെ കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു വരുവാണെങ്കിൽ പരിശുദ്ധ വചനം പറയാണ്, സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നീ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും നീ പാപം ചെയ്യുന്നുവെങ്കിൽ പിന്നെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ മറ്റൊരു കുർബാന, മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിരന്തരം പാപം ചെയ്തും പാപം ചെയ്യുക, കുമ്പസരിക്കുക, പാപം ചെയ്യുക. എന്താണ് കുമ്പസാരം എന്ന കുദാശ? പാപം ചെയ്യാനുള്ള ഒരു കുദാശയാണോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, പാപം ചെയ്യാനുള്ള ഒരു കുദാശയാണോ കുമ്പസാരം? ആണോ? പിന്നെ എന്താണ് കുമ്പസാരം എന്ന കുദാശ? എന്താണ് കുമ്പസാരം എന്ന കുദാശയെ കുറിച്ച് സഭ എന്താ പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭ എന്താ പഠിപ്പിക്കുന്നത്? കുമ്പസാരം എന്ന കുദാശയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പും പൊറുതിയും നൽകുന്ന കുദാശയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ കുർബാന സ്വീകരിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുർബാന സ്വീകരിച്ചതിന് ശേഷം ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പും പൊറുതിയും ലഭിക്കുന്നതാണ് കുമ്പസാരം എന്ന കുദാശ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരിക്കൽ ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പും പൊറുതിയും ലഭിക്കുന്ന കുദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ. ഞാൻ നിങ്ങളോട് പറയാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ അനുതാപം നടക്കേണ്ടത് കുമ്പസാര കൂട്ടിലാണ്. നിന്റെ കണ്ണുനീർ കവിഞ്ഞൊഴുകുവാനുള്ളത് ഏറ്റവും വലിയ അഭിഷേകമായി മാറേണ്ടത് കുമ്പസാരക്കൂട്ടിലാണ്. കാരണം എന്താ? കുമ്പസാരക്കൂട്ടിനെ വെച്ച് പറയുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, അവിടുന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി. ആരാണ്? വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി. നിങ്ങള് മരിയ എന്ന് ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? മരിയ എന്ന് പുരുഷന്മാർക്ക് എവിടെയെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ വിശുദ്ധന്റെ പേരെങ്ങനെയാണ്? ജോൺ മരിയ വിയാനി. ആരാ മരിയ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ അമ്മയുടെ പേരായിട്ടേക്കുന്നത്. ആർക്കാണ്? വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പേര് നമുക്കറിയാം അല്ലേ? വൈദിക പഠനത്തിലേക്ക് കൊണ്ടുചെന്നപ്പോൾ മറ്റുള്ള വൈദികരുടെ പഠിക്കാനുള്ള കുട്ടികളുടെ മുന്നിൽ മണ്ടനെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ വൈദികനാണ്. വൈദികൻ പോലും ആവാൻ പറ്റില്ല, വൈദിക മേഖലയിലേക്ക് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ മാത്രം വിശുദ്ധിയിലേക്ക് കടന്നു വന്നെങ്കിലും എല്ലാവരുടെ മുന്നിലും അപഹാസ്യ പാത്രമായിരുന്നു. ഒന്നിനും കൊള്ളാത്തവനെന്ന് മറ്റുള്ളവർ കളിയാക്കി വിളിച്ചപ്പോഴും പ്രിയമുള്ളവരെ, മറിയത്തിനോടുള്ള ഭക്തി മുഖാന്തരം മറിയത്തിന്റെ മുന്നിൽ നിരന്തരം ആരെന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാ സമയങ്ങളിലും വിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് അവിടുന്ന് പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, പരിശുദ്ധ കന്യക മറിയത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും എന്ത് സംഭവിക്കില്ല? വീണു പോകാനുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ ഒരിക്കലും എന്ത് ചെയ്യില്ല? നീ വീണു പോവില്ല. പ്രിയമുള്ളവരെ, അത് നീ മനസ്സിലാക്കണം ഒന്നാമതായി. കാരണം എന്താ? നമുക്കറിയാം, ഈ ജോൺ മരിയ വിയാനി ആരായിരുന്നു? മാറിയ വിശുദ്ധനായി മാറി. എന്നിട്ട് ഇന്ന് ലോകം മുഴുവനുമുള്ള സകല വൈദികരുടെയും സകല പുരോഹിതരുടെയും ആരാണ്? മധ്യസ്ഥനായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ തിരുമണ്ടൻ എന്നറിയപ്പെട്ട വ്യക്തി ലോകത്തിലുള്ള സകല വൈദികരുടെയും മധ്യസ്ഥനായി മാറണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തുമാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യക്തിയായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യോഹന്നാനെ കുറിച്ച് നമുക്ക് കാണാം. കുരിശിൻ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുന്നതിന് മുമ്പ് ഈ യോഹന്നാനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, നമുക്കൊന്നും അറിയില്ല. യോഹന്നാൻ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നതിന് മുമ്പ് വരെ പ്രിയമുള്ളവരെ, അവിടെ മറ്റപ്പസ്തോലന്മാരെ കുറിച്ചാണ് ബൈബിളിൽ മുഴുവനും പറയുന്നത്. പത്രോസിനെ കുറിച്ച്, മറ്റു മേഖലകളൊക്കെയാണ്. പക്ഷേ കർത്താവിന്റെ അമ്മയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അമ്മയെ സ്വീകരിക്കുവാൻ സ്വർഗം അനുഭവം കൊടുത്തു. ആ അമ്മയെ സ്വീകരിച്ച നിമിഷം മുതൽ യോഹന്നാൻ ആരായി മാറി? യോഹന്നാനിലെ വെളിപാട് കിട്ടിയത്, ദൈവത്തിന്റെ വെളിപാട് കിട്ടിയ അഭിഷേകമുള്ള അപ്പസ്തോലനായി യോഹന്നാൻ മാറിയത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച സമയങ്ങളിലാണ്. ഇന്ന് കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ തലങ്ങളിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് കൈവിടുമ്പോഴാണ് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിൽ തകർച്ചയെത്തുന്നത്. ഇന്ന് എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് കുടുംബനാഥനും കുടുംബനാഥയും മക്കളുമൊത്ത് എത്ര ഭവനങ്ങളിലാണ് പ്രാർത്ഥിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. കുടുംബങ്ങളുടെ ഇന്നത്തെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകമായ കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് എനിക്കൊരു ബോധ്യവും ഇല്ല. പ്രഭാഷകന്റെ പുസ്തകം 27:3. പ്രഭാഷകൻ 27:3. പ്രഭാഷകൻ എടുക്കാമോ?
സങ്കീർത്തനം കഴിഞ്ഞ്, സുഭാഷിതങ്ങൾ കഴിഞ്ഞ്, 27:3. ജ്ഞാനം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകം വായിച്ചോ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. പ്രിയമുള്ളവരിവിടെ പരിശുദ്ധ വചനം പറയാണ്, ദൈവഭക്തിയിൽ ദൃഢത വേണം, തീഷ്ണത വേണം. ഇത് രണ്ടും നിന്റെ ഭവനത്തിലില്ലെങ്കിൽ നിന്റെ ഭവനം എന്തായി പോകും? പിശാച് കയറും നിന്റെ ഭവനത്തിൽ. ദൈവഭക്തിയിൽ ദൃഢത. ദൃഢത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൃഢത, ഉറപ്പ്, ഉറപ്പ്. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുവാനായി ഒരു സമയം കണ്ടെത്തണം. നിനക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ അല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിക്കാൻ ഒരു സമയം. അതിന്റെ കാരണം എന്താ? ദൈവത്തിന് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത്, ഏറ്റവും മെച്ചമായത്. നമ്മൾ പറയത്തില്ലേ, ഒന്നാം സ്ഥാനം ദൈവത്തിനാണെന്ന് പറയത്തില്ലേ? പ്രാർത്ഥനയുടെ കാര്യത്തിൽ പല ഭവനങ്ങളിലും പലരും വരുമ്പോൾ, ഇന്ന് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്നതാണ്. ഞാൻ ചോദിക്കും, കുടുംബ പ്രാർത്ഥനയുണ്ടോ? അപ്പൊ അവര് പറയുന്നത് തോന്നിയപ്പോ ഉണ്ട് ബ്രദറെ. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത്? ചിലപ്പോ 9:30 ആവും, ചിലപ്പോ 10:30 ആവും, ചിലപ്പോ 8 മണിയാവും. എങ്ങനെയാ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇഷ്ടമുള്ള സമയത്താണോ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്? കുടുംബ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുടുംബം നിലനിൽക്കുന്ന കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ പിശാച് ആ മേഖലയിലല്ലേ കുടുംബത്തിൽ കയറി പിടിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളിൽ, ക്രിസ്ത്യാനിയുടെ കുടുംബങ്ങളിൽ, കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ സന്ധ്യാസമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ വീട് അടച്ചുപൂട്ടിയിട്ടേക്കുന്നതാണ്. കാരണം എന്താ? അവരൊക്കെ കറങ്ങാനൊക്കെ ആയിട്ട് പോയിരിക്കുക, അവരൊക്കെ പുറത്തൊക്കെ പോയിരിക്കുകയാണ്, ഔട്ടിങ്ങിനൊക്കെ പോയിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് മയങ്ങി വന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഭയങ്കര പ്രാർത്ഥനയാ കുടുംബങ്ങളിൽ. അങ്ങനെയാണോ? അല്ല. പിന്നെന്ത് ചെയ്യുന്നത്? സുഖമായി കിടന്ന് ഉറങ്ങും. കാരണം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഉറങ്ങുകയാണ്. കാരണം എന്താ? ജഡത്തിന്റെ സുഖങ്ങളാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. ജഡത്തിന്റെ സുഖങ്ങള്. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം, ജീവനില്ലാത്തതിനെയാണ് ജഡം എന്ന് പറയുന്നത്. ആത്മാവിന് വേണ്ടി നീ എന്ത് ഭക്ഷണം കൊടുക്കുന്നു? ആത്മാവിന് വേണ്ടി നീ എന്ത് ഭക്ഷണം കൊടുക്കുന്നു? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങരുത്. പ്രിയമുള്ളവരെ, അവിടുന്ന് ജോൺ മരിയ വിയാനി പുണ്യാളൻ ഒരു ദിവസത്തിൽ 10-12 മണിക്കൂർ രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളവുമായി കുമ്പസാരക്കൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അനേകങ്ങളുടെ കുമ്പസാരം കേട്ട് ഈ ഒരു കുപ്പി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ദൈവത്തിന്റെ അഭിഷേകം അനേകങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അനേകങ്ങളെ വിശുദ്ധീകരിക്കുവാനായി ഈ വൈദികന് കഴിഞ്ഞുവെങ്കിൽ, ഈ പുണ്യാളന് കഴിഞ്ഞുവെങ്കിൽ, എന്റെയും നിന്റെയും കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് നീ തേടിപ്പോകേണ്ടത് വൈദികരുടെ മുന്നിലോ അൽമായരുടെ മുന്നിലേക്കോ അല്ല, പകരം കുമ്പസാരക്കൂടിന്റെ മുന്നിലേക്കാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയെങ്കിൽ എത്രയും വേഗത്തിൽ ഞാൻ കുമ്പസാരക്കൂടിനെ മുന്നിലേക്ക് ഓടിച്ചെല്ലുക, കുമ്പസാരക്കൂടിന്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുക. എന്നിട്ട് എങ്ങനെ പറയേണ്ടത്? എങ്ങനെയാ? ദൂർത്തപുത്രൻ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, അങ്ങയ്ക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തുവെന്ന് നീ ഉച്ചത്തിൽ നിലവിളിക്കുമെങ്കിൽ ആ സ്വർഗത്തിലെ പിതാവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ എന്ത് ചെയ്യും? ദൂർത്തപുത്രനെ കണ്ടപ്പോൾ തന്റെ പിതാവ് എന്താ ചെയ്തെന്നാണ് അതിന് പറയുന്നത്? എന്താ ചെയ്തത്? ആ പിതാവ് ഓടി വന്ന് തന്റെ പുത്രനെ ചേർത്ത് നിർത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. പന്നിക്കൂട്ടിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു മകൻ എന്ത് മണമായിരിക്കും അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. എവിടെയായിരുന്നു അവന്റെ താമസം? പന്നിക്കൂട്ടിന് നിങ്ങൾക്ക് മനസ്സിലായോ? അത്രത്തോളം അഴുക്ക് ചാല് പോലുള്ള പന്നിക്കൂട്. ഇത് എന്നെയും നിന്നെയും കുറിച്ചാ പറയുന്നത്. എന്റെയും നിന്റെയും സ്വഭാവത്തെ കുറിച്ച്. നീ കടന്നു പോകുന്ന വഴികളിൽ ഏത് പാപത്തിന്റെ ബന്ധനത്തിൽ നീ വീണാലും നീ മാറുന്നില്ലെന്ന് പറഞ്ഞ് നിന്നെ അകറ്റി നിർത്തുന്ന ഒരു കർത്താവല്ല എന്റെയും നിന്റെയും ദൈവം. പിന്നെയോ നീ ഒന്ന് പറയുമെങ്കിൽ നിന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഏത് മേഖലയിൽ നിന്നും നിന്നെ ചേർത്ത് നിർത്തുന്ന സർവശക്തനായ ദൈവം. പ്രിയമുള്ളവരെ, വചനം പറയാണ്, അങ്ങ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ടപ്പോൾ ആ പിതാവ് ഓടി വന്ന്, എന്നിട്ട് അവൻ എന്താ പറഞ്ഞെന്താ പിതാവ്? എന്റെ മകൻ. അതെ, അവൻ ആരായിരുന്നു എന്നാ പറഞ്ഞത്? എന്റെ മകൻ മൃതനായിരുന്നു. അവൻ മരിച്ചുപോയ വ്യക്തിയായിരുന്നു. അവന് മരണം സംഭവിച്ചു. എവിടെ മരണം ഉണ്ടായത്? അവന്റെ ആത്മാവ് മരിച്ചു പോയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഓരോ കുമ്പസാരവും ഇതുപോലെ മരണപ്പെട്ടു പോയ എന്റെ ജീവിതത്തിലേക്ക് ദൈവം ആത്മാവിനെ നൽകി ഒരിക്കൽ കൂടി എന്നെ അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആയതിനാൽ നീ മനസ്സിലാക്കുക, എന്റെ കുടുംബത്തിൽ കൂടുപാത്രവും
അതുപോലെ തകിടും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ കൊണ്ടുവച്ചത് കൊണ്ടല്ല ഇന്ന് എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഭയാനകമായി മാറിയിരിക്കുന്നത്. പകരം ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപ നീ എന്ത് ചെയ്ത് നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെട്ടു പോയ കൃപ നീ കർത്താവിന്റെ മുന്നിൽ ചെന്ന് അവിടുന്ന് ദൂർത്തുപുത്രൻ പറഞ്ഞതുപോലെ, കർത്താവേ, അങ്ങക്കെതിരെ ഞാൻ പാപം ചെയ്തുവെന്ന് നീ ഒന്ന് പറയുമെന്ന് ആഗ്രഹിച്ചാൽ മതി. അങ്ങനെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. 32-ാമത്തെ സങ്കീർത്തനത്തില് ദൈവത്തിന്റെ പരിശുദ്ധ വചനം വളരെ വ്യക്തമായി അവിടുന്ന് പറയുന്ന ഒരു മേഖല എങ്ങനെയാണ്? സങ്കീർത്തനം 32 എടുക്കാമോ? 32-ാമത്തെ സങ്കീർത്തനം. അതിക്രമങ്ങൾക്ക് മാപ്പും കുറ്റം ചുമത്താത്തവനും. ഓക്കെ മോളെ, അതിന്റെ 6 മുതൽ വായിച്ചേ. 6 മുതൽ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അതെ, പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ദൈവഭക്തർ ആപത്തിൽ എന്ത് ചെയ്യരുത്? അടിപതറരുത്. ആപത്തിൽ, കാരണം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ വീണുപോയി എവിടെങ്കിലും ഇരുന്ന് കരയുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്? ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കണം. നീ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അവിടുന്ന് വീണ്ടും അവിടുന്ന് 8-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ഒരു മിനിറ്റ് ഇവിടെ 5 മുതൽ വായിക്കാം. 5 മുതൽ. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറയും, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എന്റെ പാപം ക്ഷമിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ഞാൻ എന്റെ പാപം ഒന്ന് ഏറ്റുപറയുമെന്ന് ദൈവത്തിന്റെ മുന്നിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? എന്താ മനസ്സിലായി? നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്? ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന്റെ മുന്നിൽ അനുതപിക്കാത്തതാണ് നീ ഇരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം. കുമ്പസരിക്കാൻ പറയുമ്പോ പോയി കുമ്പസരിക്കും. എന്താ കുമ്പസരിക്കുന്നത്? അനുതാപം ഇല്ലാതെ കുമ്പസാരം. ചുമ്മാതെ ചെല്ലുന്നു, അപ്പനോടും അമ്മയോടും ദേഷ്യം വെച്ചുകൊണ്ട് ചെല്ലുന്നു, കുമ്പസരിക്കുന്നു. അപ്പനും അമ്മയും പോയി കുമ്പസരിക്കുന്നു, മക്കളോട് ദേഷ്യം വെച്ച് കുമ്പസരിക്കുന്നു, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ കുമ്പസരിക്കുന്നു. ആര് പറഞ്ഞുകൊണ്ടാണ് കുമ്പസരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥ മാറിപ്പോകുന്നതിന് വേണ്ടി ഞാൻ കുമ്പസരിക്കുന്നു. എവിടെ ഈ അവസ്ഥ മാറിപ്പോകും? എവിടെ എന്റെ ജീവിതത്തിൽ അഭിഷേകം നിറയും? കാരണം എന്താ? കർത്താവിന്റെ മുന്നിൽ അനുദപിക്കാതുള്ള കുമ്പസാരം. പ്രിയമുള്ളവരെ, പിശാച് ആഗ്രഹിക്കുന്നത് ഇതാണ്, അനുദപിക്കാതുള്ള കുമ്പസാരം. അനുദപിക്കാതെ കുമ്പസരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുമ്പസാരം എന്തല്ല? അത് കള്ളക്കുമ്പസാരമാണ്. അനുദപിക്കാത്ത കുമ്പസാരം നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കില്ല. നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടില്ല, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. പകരം നീ എന്തായിരുന്നു അവസ്ഥ അതുപോലെ തന്നെ കടന്നു പോകും. ഇന്ന് കണ്ടില്ലേ, അനേകങ്ങളെ എത്ര കുമ്പസാരം നടത്തിയാലും എന്തില്ല? അനുഗ്രഹമായി മാറുന്നില്ല. എത്ര കുമ്പസാരം നടത്തിയാലും കുടുംബത്തിൽ ഒരു അനുഗ്രഹം കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ദൈവത്തിന്റെ ഹിതമായ ഒരു മേഖലയല്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണുപോയത് മറ്റൊരു വ്യക്തി എനിക്ക് വേണ്ടി ഒന്നും ചെയ്തത് കൊണ്ടോ മറ്റൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളോ അല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. അത് അവരുടെ ഇഷ്ടം. മറ്റുള്ളവർ എൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ ജീവിക്കേണ്ടത്? അല്ല. പക്ഷേ ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കർത്താവിന്റെ ഹിതമനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. എൻ്റെ കർത്താവ് എനിക്ക് ജീവിക്കുവാനായി എന്താ തന്നിരിക്കുന്നത്? 10 കൽപ്പനകൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ആ കൽപ്പന അനുസരിച്ച് വേണം ഞാൻ ജീവിക്കാൻ. 1-ാമത്തെ കൽപ്പന എന്താണ്? കൽപ്പന നിന്റെ ദൈവമായ കർത്താവ്. നിങ്ങൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസ്ഥ വരുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമായ കർത്താവിന് തന്നെയാണോ ഞാൻ എല്ലാത്തിനേക്കാൾ സ്നേഹിക്കുന്നത്? എൻ്റെ ദൈവത്തിനാണോ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നത്? അതോ ലോകം മുഴുവനും നടന്ന് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാത്തിനേക്കാൾ ഉപരി ആരെ സ്നേഹിക്കുന്നെന്നാ? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം തിരുവചനം. ജെറമ്യാ 7:3 പെട്ടെന്ന് എടുത്തേ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു,
നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ഈ വചനം കേട്ടോ? ആ വചനം പറഞ്ഞിരിക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ. അപ്പൊ ഈ സ്ഥലത്ത് വസിക്കാൻ എനിക്ക് സാധിക്കാത്തതിന്റെ കാരണം മറ്റുള്ളവരാരും എനിക്കൊന്നും ചെയ്തത് കൊണ്ടല്ല, അതല്ല. പ്രിയമുള്ളവരുടെ പരിശുദ്ധ വചനം പറയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ മാർഗം ശരിയല്ല, നിന്റെ പ്രവൃത്തിയും. ആദ്യം നീ നിന്റെ മാർഗം ശരിയാക്കണം, അത് കഴിഞ്ഞ് നിന്റെ പ്രവൃത്തി. ഇത് രണ്ടും നീ ശരിയാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ അവിടെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് ദൈവമായ കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കുറവുകളിലും ബലഹീനതകളിലും നമ്മൾ വീണു പോകുമ്പോൾ നമ്മൾക്ക് എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചതാണോ എന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത്. പിന്നെയോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. റോമക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. റോമ 8:31 വചനം വായിക്കാമോ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പൊ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരും നമുക്കെതിരല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എതിര് വന്നു കഴിഞ്ഞാൽ ഇനി തൊട്ട് കൈനോട്ടക്കാരനെയും കണിയാനെയും കാണാനല്ല ഞാൻ പോകേണ്ടത്. പിന്നെയോ, എൻ്റെ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് എൻ്റെ മാർഗങ്ങളും എൻ്റെ പ്രവൃത്തികളും ഈശോയുടെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നല്ല അനുതാപത്തോടൊരു കുമ്പസാരം നടത്തണം. ആ കുമ്പസാരത്തിലൂടെയാണ് ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് ഒഴുകുക. പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ വായിച്ചു കേട്ട് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1:8, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും. നമുക്ക് എണീറ്റിരിക്കാം.